അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ മാസമാണ് ഈ റബീഉൽ അവൽ. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ തിരുനബി ഫെസ്റ്റിവൽ ഓഫ് ലവ് എന്ന ശീർഷകത്തിൽ ഇവിടെ ഒരു ചർച്ച ആരംഭിക്കുകയാണ്. വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ തലത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ള പല മേഖലകളുടെയും സംഭാവനകളാണ് ഈ പരിപാടിയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതെന്നറിയാം. അതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാട്ടും കലയും സാഹിത്യമൊക്കെ. ഇവിടെ എൻ്റെ കൂടെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ടിൽ ഏറ്റവും അതികായനായ പ്രഗത്ഭനായ എഴുത്തുകാരൻ OM കരുവാരക്കുണ്ട്, പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത കലാകാരൻ, ഗായകൻ, രചയിതാവുമായ കണ്ണൂർ മമ്മാലി എന്നിവരുണ്ട്. നമ്മുടെ ഈ ചർച്ച, നമുക്കറിയാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തിയ കവിതകൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. നബി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പ്രഗത്ഭരായ കവികളൊക്കെ അത്തരം കവിതകൾ എഴുതിയിട്ടുണ്ട്. അറബി സാഹിത്യത്തിലൊക്കെ തന്നെ ഇമാം ബൂസരിയുടെ ബുർദ പോലെയുള്ള വലിയ കാവ്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ പോലും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അല്ലഫൽ അലിഫ് പോലെയുള്ള ഒരുപാട് കൃതികൾ, വളരെ വിശേഷപ്പെട്ട കൃതികളൊക്കെ ഈ മേഖലയിലുണ്ട്. അറബി മലയാള സാഹിത്യത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാപ്പിളമാരുടെ പാട്ടും ഗദ്യമൊക്കെ, പദ്യവും ഗദ്യമൊക്കെ ഒരു കാലത്ത് രേഖപ്പെടുത്തിയ അറബി മലയാളത്തിൽ കുഞ്ഞായൻ മുസ്ലിയാരുടെ നൂൽ മദ്ഹ് മുതൽ ഈ കാവ്യങ്ങളുണ്ട്, ഒറ്റപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, പാട്ടുകളുണ്ട്. അതൊരു വലിയ ആസ്വാദകർ ഏറ്റെടുത്ത നിരവധി സൃഷ്ടികൾ ആ മേഖലയിൽ ഉണ്ടായിട്ടുമുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ആലോചനയാണ് ഇവിടെയുള്ളത്. അങ്ങനെയുള്ള നിരവധി പാട്ടുകൾ എഴുതിയ ആളാണ് പ്രിയപ്പെട്ട OM കരുവാരക്കുണ്ട്, അല്ലെങ്കിൽ പാടിയ ആളാണ് മമ്മാലി. ഈ നബിയെക്കുറിച്ച് പാടാത്തവരില്ല, എഴുതാത്ത കവികളില്ല, കേൾക്കാത്ത ആസ്വാദകരില്ല. അത്രയ്ക്ക് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ആളുകൾ പാട്ട് എഴുതിയതും പാടിയതും കേട്ടതുമൊക്കെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചായിരിക്കും. അതിലൂടെ നമ്മളിങ്ങനെ ഒരു യാത്ര ആണ് ഈ പരിപാടിയുടെ ഉദ്ദേശം തന്നെ. ഇശലുകളിൽ എങ്ങനെയാണ് പ്രവാചക തിരുമേനി കേരളീയ സമൂഹത്തെ അഡ്രസ്സ് ചെയ്തത്, അല്ലെങ്കിൽ ആ വിഷയം എങ്ങനെയാണ് പ്രഗത്ഭരായ കവികളൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് ആലോചിക്കുന്നത്. OM മാഷോട്, അദ്ദേഹം ഈ മേഖലയിൽ പാരമ്പര്യ രീതിയിൽ പാട്ടുകൾ എഴുതുന്ന വലിയ ആ ഒരു ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രഗത്ഭനായ കവിയാണ്. മാഷക്ക് ഈ ഒരു വിഷയത്തിലുള്ള പാട്ടിൻ്റെ അനുഭവം നമുക്ക് ആദ്യമായിട്ട് അറിയാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുക എന്നുള്ളത് ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് അല്പമെങ്കിലും കവിത്വം മനസ്സിലുള്ള ആളുകളുടെ ഒന്നാമത്തെ ആഗ്രഹം അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രവാചകന്റെ മദ്ഹ് അല്ലെങ്കിൽ പ്രവാചകനെ വിശേഷിപ്പിക്കുന്ന പാട്ടുകൾ പാടുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അനുവാദം നൽകിയ ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഇഷ്ടപ്പെട്ട ചരിത്രമുണ്ട്. അനത്ത് സുഹാദയുടെ ചരിത്രം നമുക്കറിയാം. അനത്ത് സുഹാദ എന്ന കവിത ഉണ്ടായത്, അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ഗാനങ്ങൾ, റസൂലിനെ കുറിച്ച് ഉള്ള മദ്ഹുകൾ ആദ്യകാലം മുതൽക്കുള്ള കവികൾ മുഴുവനും പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനം മുഹമ്മദ് വരെ, സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ആ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് എന്തോ ഒരു അപകർഷതാബോധം ഉള്ളതുപോലെ തോന്നുന്നു. ശരിക്ക് അത് ആ കവിതയെ മഹാകാവ്യമായിട്ട് നമ്മുടെ ആളുകൾ തന്നെ അംഗീകരിക്കുന്നില്ല. വാസ്തവത്തിൽ അതൊരു മഹാകാവ്യമാണ്. റസൂലിന്റെ അതിൻ്റെ ഓരോ ഈരടികളും, ആ കവിതയുടെ ഓരോ 3-4 എല്ലാ ഘടനയും നോക്കിയാലും റസൂലിന്റെ ഓരോ പദങ്ങൾ, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. നമുക്ക് പറയാൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള കവിതകൾ, ഒറ്റപ്പെട്ട കവിതകൾ. ഇവിടെ മോയിൻകുട്ടി വൈദ്യരടക്കമുള്ള കവികൾ എഴുതിയ ഒരുപാട് പാട്ടുകൾ, അതിനുശേഷം വന്ന നമ്മുടെ
സമകാലിക നമ്മൾ തൊട്ട് മുമ്പുള്ള തലമുറയൊക്കെ എഴുതിയ പാട്ടുകൾ ഒക്കെ റസൂലിൻ്റെ മദഹുകൾ, റസൂലിൻ്റെ മദഹുകൾ കേട്ടാണ് എൻ്റെ മനസ്സിൽ പാട്ടെഴുത്തിൻ്റെ ഒരു പ്രചോദനം തന്നെ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം എഴുതിയിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹാണെന്ന് തോന്നുന്നു. ഒരുപാട് പാട്ടുകൾ ഞാൻ കാസറ്റുകളിലൊക്കെ ഞാൻ എഴുതിയ പാട്ടുകളെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഈ തിരുരങ്ങാടി പ്രദേശത്ത് നിന്ന്, തിരുരങ്ങാടി പണ്ട് മുതലേ പബ്ലിഷേഴ്സൊക്കെയാണല്ലോ. അപ്പോൾ അവിടെ ഓരോ നബിദിന വർഷവും ഓരോ റബീഉൽ അവ്വൽ കാലത്തും നൂറുകണക്കിന് പാട്ടുകൾ, എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയത് റസൂൽ തിരുമേനിയുടെ മദഹാണ്. നൂറുകണക്കിന് പാട്ടുകൾ ഓരോ റബീഉൽ അവ്വൽ കാലത്തും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകനെ പ്രകീർത്തിച്ചത് കൊണ്ട് ആണ് എൻ്റെ ആദ്യം ഞാൻ എഴുതിയ പ്രവാചകനെ പ്രകീർത്തിച്ചത്. ആ പാട്ട് ഏതാണ്? പാട്ട് ഇന്നും 50 വർഷമായിട്ടും നിലനിൽക്കുന്ന പാട്ടുകൾ, ഇപ്പോഴും അത് പാടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്നുള്ളതാണ്. ഒരു പാട്ട്, ഒറ്റ പാട്ട് പറയാം. ഇപ്പൊ പറഞ്ഞാലും അറിയാലോ അല്ലേ, പുല്ലാങ്കോട് ഹംസാക്കാന്റെ ചെയ്തേ. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിന്റെ റസൂല് ബദർ വെച്ച് പടവരുതിയ ഒരു പാട്ട്, വീണ് കീഴക്കുന്നു പലരിന്റെ ദീപം എല്ലാം വളരെ ഹിറ്റായ പാട്ടുകളാണ്. 50-55 വർഷമായി അത് ഹംസാക്കാന്റെ പാട്ടിനുണ്ട്. അത് ഹംസാക്കാൻ എഴുതി. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ സുജാത പാടിയ ഒരു പാട്ടുണ്ട്, കമ്പി പഴുത്ത് വാൽക്കമ്പി ഒക്കെ ഒപ്പിച്ച് റസൂലിന്റെ മദഹ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, താഹ റസൂലുള്ളാഹി, ദാസേട്ടൻ പാടി. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി, ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി, ത്വയ്ബാപ്പതിൻ ജീവേ തൗഹീദൊളി നിലാവേ, ത്വയ്ബാപ്പതിൻ ജീവേ തൗഹീദൊളി നിലാവേ, അർഷിനും കുർസിനും അധിപതിയുടെയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരത്ത പൂവേ, അർഷിനും കുർസിനും അധിപതിയുടെയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരത്ത പൂവേ, ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. ഈ പാട്ടിനൊക്കെ ഒരു ഗുണമെന്ന് വെച്ചാൽ അത് ദാസേട്ടൻ പാടുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ഭാഗ്യം OM ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വലിയ ആളുകൾ നമ്മുടെ ഗാനമേളകൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാട്ട് കൊണ്ടാണ്. അത് വലിയൊരു ഭാഗ്യമാണ് അത് അത്തരം പാട്ടിൽ പാടുന്നത്. ഞാൻ ഈ നമ്മളെ കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞു നേരത്തെ. ഇപ്പോൾ കുഞ്ഞായി മുസ്ലിയാർ നമുക്കൊരു തമാശക്കാരനാണ്. പക്ഷെ തമാശക്കാരനായ കുഞ്ഞായി മുസ്ലിയാരെക്കാളും ചരിത്രത്തിൽ ഒരു വലിയ ഒരു വ്യക്തമായ തെളിവുകളുള്ളത് ഫിലോസഫറും കവിയുമായ കുഞ്ഞായി മുസ്ലിയാർക്കാണ്. മറ്റേത് തമാശക്കാരനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കുറേ ക്രിയേറ്റീവ്, മുല്ലാ നസ്രുദ്ദീൻ്റെ കഥകൾ കുഞ്ഞായി മുസ്ലിയാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും, പശ്ചാത്തലം മാറിയിട്ട്. ചിലപ്പോൾ ഉള്ളതും ഇല്ലാത്തതുമായ കഥകളൊക്കെ ആളുകൾ ഇങ്ങനെ ചാർത്തു. ഈ തമാശക്കാർക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പം അതെ. പക്ഷെ കുഞ്ഞായി മുസ്ലിയാരുടെ ഈ നൂൽമത് ഇപ്പം മന്നവരെ മതി ഉത്തവരെ മണിമുത്തിലുദിത്തവർ, തിരുനബിയെ കാണാനുള്ള വലിയൊരു ആഗ്രഹമാണ് അത് പറയുന്നത്. അതായിരിക്കും ശരിക്കും ഇപ്പോൾ അറബി മലയാളത്തിലിപ്പോൾ തുടക്കത്തിലുണ്ടാകുന്നൊരു പാട്ട്. കാരണം അത് ഏതാണ്ട് 1730-35 കാലഘട്ടത്തിലാണ്. അത് മുഹ്യിദ്ദീൻ മാലയ്ക്ക് ശേഷം ഒരു 130 വർഷം കഴിഞ്ഞിട്ടാണ് കുഞ്ഞായി മുസ്ലിയാരുടെ ഒരു കാലഘട്ടം വരുന്നത്. അതിനുശേഷം അറബി മലയാളത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ OM പറഞ്ഞല്ലോ നമ്മുടെ ഈ മോയിൻകുട്ടിയെ കുറിച്ച്. മോയിൻകുട്ടി വൈദ്യരുടെ പ്രവാചക ഇപ്പോൾ ഫെസ്റ്റിവൽ ഓഫ് ലവ് ആണല്ലോ നമ്മളിപ്പോൾ ചർച്ച. അപ്പോൾ അതിലിപ്പോൾ ഈ സവാദ് എന്ന സഹാബി ഈ കുന്തത്തുകൊണ്ട് തട്ടിയപ്പം പകരം ചോദിക്കുന്നൊരു രംഗമുണ്ടല്ലോ. ഇപ്പോൾ ഉരത്തിയ മൗലൂബ, അപ്പം ഉരത്തിയ മൗലൂബ ഉശിരങ്ങൾ യാ ഹബീബ
ഉദിമങ്കും താപ താപ യാ റസൂൽ. ഈ പാട്ടിൽ ഓരോ യാ റസൂൽ അല്ലാ, യാ സഫി അല്ലാ, യാ നജി അല്ലാ, എത്ര രസകരമായിട്ടാണ് മോയിൻകുട്ടി വൈദ്യർ അതിൻ്റെ റസൂലിനോടുള്ള ഈ പ്രണയത്തിന്റെ ഒരു മൂർത്തിഭാവം തന്നെ പറയാം. അതെ അതെ, ഒരു രംഗം ആ രംഗം ഇസ്ലാമിക ചരിത്രത്തിന്റെ വല്ലാത്തൊരു രംഗമാണ്. ഭയങ്കര കുളിര് പോലും. അതെ, ഇപ്പോ കിദ്ഹാലെ കൊണ്ട് കൊത്തി സവാദെ നീ ചൊന്നതെന്നാണ്, അത് ഒന്ന് പാടിയില്ലേ? തേന് ഊറ്റി കുടിക്കുന്നു. അതെ അതെ, കിദ്ഹാലെ കൊണ്ട് കൊത്തി കവായത്ത് കൈമശത്തിലാകുമെങ്കിലും, അതൊരു വരി ഒന്ന് പാടിയാൽ. മോയിൻകുട്ടി എതിരെ ഇപ്പോൾ ഒരു പാട്ട് പാടാതെ നമ്മളിങ്ങനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശരിയില്ല. എന്റെ പാട്ട് ആദ്യം പാടിയത് അല്ല, അത് പിന്നെ OM മാഷ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. ഉരത്ത് യാ മൗലല്ലുറുബ ഉഷിരങ്ങൾ യാ ഹബീബ ഉദിമങ്കും താപ താപ യാ റസൂലല്ലാ യാ റസൂലല്ലാ. பெரியோன் உமையிறக்கை பேசும் ஜின்னின் சிடக்கை பிரிஷம் ரசூலதாக்கை யா சஃபி அல்லா യാ സഫി അല്ലാ. അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട, ശരിക്കും ഇക്കാലത്ത് ഒക്കെ നമ്മൾ ഇപ്പോൾ ഈ എന്താ പറയുക പ്രവാചക പ്രണയത്തിൻ്റെ ചർച്ചകളിലൊക്കെ ശരിക്കും പുതിയ തലമുറയ്ക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത് പാടേണ്ട ഒരു പാട്ടാണത്. പലപ്പോഴും ഈ ഗാനമേള വേദികളിലൊന്നും ഇത്തരം പാട്ടുകൾ ബദറെന്ന് പറയുമ്പോൾ ഇതൊന്നും പാടാറില്ല. അതാണ് നമ്മുടെ ഒരു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ പിന്നെ നമ്മുടെ അറബി മലയാളത്തിൽ പാട്ടുകൾ ഇങ്ങനെയുള്ള ഇപ്പോൾ നബിതങ്ങൾ തന്നെ ഹിജ്റ പാട്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ പാട്ടായിട്ടുണ്ട്, ഒറ്റപ്പെട്ട പാട്ടുകൾ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഓരോ സംഭവങ്ങളും പാട്ടായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മുടെ മലയാളത്തിലേക്ക് വന്നപ്പോൾ ഉള്ള പാട്ടുകളിൽ ഇങ്ങനെയുള്ള പാട്ട്, ഇപ്പോൾ പ്രഗത്ഭരായ പഴയ കാലത്തെ കവികൾ, ഇപ്പോൾ ഉബൈദ് മാഷ്, അബു മാഷ്. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത്, നിങ്ങൾക്ക് അബു മാഷൊക്കെ എന്നെക്കാട്ടും ഞങ്ങളുടെ തലമുറയെക്കാളും മുമ്പുള്ള ആളാണ് OM മാഷ്. അബു മാഷ് ചിലപ്പോൾ മക്കത്തൂതി തോളിവേ റസൂലുള്ള, ഇത് എത്ര മനോഹരമായ. ഞാനതിലൊരു വരിയുണ്ട്, ചന്ദിര സുന്ദരരെ ചന്തമികന്തവരെ. ഇപ്പോൾ ആമീന പെറ്റൊളിവേ, മര്യാദ പാടണട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്, ആലത്തിൻ പൊന്നൊളിവേ. ഓരോ വരിയിലുള്ള ഈ വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെ ഈ OM മാഷ് ഇപ്പോഴും ഒരു കവിയായിട്ട് നമ്മൾ മലയാളി സമൂഹവും മാപ്പാട് സമൂഹവും, അദ്ദേഹം ഒരു ഗവേഷകനായിട്ടാണ് അറിയപ്പെടുന്നത്. എത്ര മനോഹരമായിട്ടാണ് എഴുതിയത് അദ്ദേഹം. അതിൽ അബു മാഷെ പറ്റി പറഞ്ഞപ്പോഴേ എനിക്ക്, ഞാൻ കുട്ടിക്കാലത്ത് മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ അൽ അമീൻ എന്ന നബിതങ്ങളെ പറഞ്ഞിരുന്നു, വിശ്വസ്തൻ. അതൊക്കെ അതെത്ര മനോഹരമായിട്ടാണ് അബു മാഷ്. ഇപ്പോൾ ഓത്തു പള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോദിയില്ല, നേരുമാത്രം ചൊന്നതാലേ സത്യവാനാബാലൻ നേടി അൽ ആമീനതെന്ന ഖ്യാതി സത്യശീലൻ. ഈ ഖ്യാതി എന്നുള്ള പ്രയോഗമൊക്കെ പാട്ടിൽ ഇത്ര കറക്റ്റായിട്ടാണ് അയാളെ ചെയ്തത്. മൂസക്ക പാടുകയും വേണം. ഓമന മുഹമ്മദിന് അതിനോട് വഴി അതൊന്നും മമ്മല് പാട്ട് ഓമന മുഹമ്മദ് പാടാം. ഓക്കെ. ഓമന മുഹമ്മദീനെ ഊത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഊത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽവിൽ നൊമ്പരം പേരുത്ത്, ആറ്റലായ മോനയോർത്ത് വേദന കൊരുത്ത്. ഈ അതിലാണ് ഈ പിന്നെ മറ്റേ അല്ലമീ എന്നുള്ള പ്രയോഗത്തെ കുറിച്ച് പറയുന്നത്. ഞാനിങ്ങനെ മുതിർന്ന ആലോചിച്ചു, ഇതൊക്കെ എത്ര രസകരമായിട്ടാണ് ഈ കവികൾ. നമ്മൾ അല്ലമീ മദ്രസ കാലത്ത് കേട്ട് അതിൻ്റെ കൃത്യമായ ഒരു 4 വരിയിൽ ആ ചിത്രം കൃത്യമായിട്ട് പറയണം. ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ ഉണ്ട്. ഇപ്പോൾ ആകലോക കാരണമുത്തോളി യാ റസൂല്, ഏവിക്കയുടെ KT മൊയ്തീൻ്റെ ഏവിക്കയുടെ പാട്ട്, അങ്ങനെയുള്ള ഇഷ്ടം പോലെ ബഹുദൈവത്വം
വാണിടുന്ന കാലഘട്ടം വീര്യമുള്ള മനുഷ്യത്വം വേററുത്ത സമയത്തിൽ എത്തി മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളിവാലേ. ബാബുക്ക ചിട്ടപ്പെടുത്തിയിട്ട് ഒരു ഗുണമണി ആ പാട്ടുണ്ട്. ഈ പാട്ടിലൂടെ നമ്മുടെ കുട്ടികൾക്കെല്ലാം പഠിക്കാൻ പറ്റും. ബീവിക്കോ മോനെ ഞാനതിലൊരു വരിയുണ്ട്. ഹന്ത പാപാന്തകാരത്തിൽ താങ്കൾ എൻ്റെ മാനത്തുദിക്കേണ്ടും തിങ്കൾ. ഞാൻ ഈ പാട്ട് ഈ പണ്ട് ഈ ഹന്ത പാപാന്തക അങ്ങനെ മനസ്സിലാവില്ല. പിന്നെയാണ് മുതിർന്നപ്പോഴാണിത് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള എന്ത് രസകരമായിട്ടാണ് ആലങ്ങൾക്കാകെയുള്ള റസൂലെ ആദിയോൻ പുകഴ്ത്തുന്ന ഹബീബ്. ഞാനങ്ങനെ ഈ പി ടിയുടെ കുറേ വരികൾ അങ്ങനെ ഉണ്ടല്ലോ. പി ടി കുറച്ചുകൂടി ഈ ദാർശനിക തലത്തിൽ പാട്ട് എഴുതിയ ആളാണല്ലോ. നമ്മളിതൊന്നും അല്ലാത്ത ഒരു പാട്ട് എഴുത്തുകാരനാണ് എസ്.എ. ജമീൽ. മൂപ്പർ എഴുതിയപ്പോൾ മാനത്തൊരു സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഭൂമിയിൽ കാറ്റും വെളിച്ചവുമുണ്ടോ, മക്കത്തൊരു നബി പിറന്നില്ലെങ്കിൽ മനുഷ്യന് മുക്തിയും മോക്ഷവുമുണ്ടോ. ഈ രണ്ടു വരി എന്താ പറയണേ? അത് മാനത്തൊരു സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഭൂമിയിൽ കാറ്റും വെളിച്ചവുമുണ്ടോ, മക്കത്തൊരു അത് നമ്മുടെ പിന്നെ ഈ പ്രവാചകന്റെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അതായത് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അവരല്ലാത്ത ആളുകൾ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോൾ റസൂലിനെ ഇപ്പോൾ നിങ്ങളാ പാറ്റേണിലൊരു പാട്ട് എഴുതിയ ആളാണ്. ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ യാ റസൂലെ യാ ഹബീബെ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഈ കാനേഷ് മുനൂറിൻ്റെ ഒരു പാട്ടല്ലേ, അത് വേറൊരു തരത്തിൽ 14 നൂറ്റാണ്ട് പിമ്പത്. ഇപ്പോൾ പ്രവാചക തിരുമേനിയെ കാണാത്തതിലുള്ള പരിഭവം, സങ്കടം ഡയറക്റ്റായിട്ടല്ല, അത് ഇൻഡയറക്റ്റായിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത് വെച്ചാൽ ആ കാലത്ത് സഹാബിയായുള്ള ജീവിക്കാനുള്ള അഹങ്കാരമൊന്നുമില്ല. ഒരു മണൽത്തരിയായി മക്ക തന്നിൽ അന്ന് കഴിഞ്ഞെങ്കിൽ എത്ര ഭേദം, ആ പാദസ്പർശത്തിൻ ജന്മങ്ങൾ തൻ സായൂജ്യം തൊട്ടി നുണഞ്ഞേനെ ഞാൻ. അതുപോലെ മുത്തുനബി വീട്ടുമുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ നിത്യവും ആ ദേഹം മുത്തും തന്നെ എന്നെയും തഴുകി തെഴുപ്പിച്ചേനെ. ഒട്ടേറെ ആ പാട്ടിൻ്റെ ആ പാട്ട് എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ കാനേഷിൻ്റെ ഈ പാട്ടാണ് ആ ഒരു ലൈനിൽ ആദ്യം വന്നെന്ന് തോന്നുന്നു. അല്ല അതൊന്ന് പാടി. 14 നൂറ്റാണ്ട് പിൻപെന്തിന് പാരിൽ ഞാൻ പാപി പിറന്നു വീണു, പുണ്യ റസൂലിൻ്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. അതിലുണ്ട് ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ താമര തോക്കും ത്വാഹാതൻ്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ. പിന്നെ പറയാണ് ഭാരം വഹിച്ചു തളർന്നേനെ ഞാൻ, ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. ഈ പാട്ട് കാനേശ്വരിക്കൊരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അയാൾ ഈ വലിയൊരു അറബി ഈ പാട്ടിൻ്റെ ആശയം കണ്ട് അത് ഈജിപ്തിലൊരാൾ അറബിയിലേക്ക് ഈ പാട്ട് വിവർത്തനം ചെയ്തു. ഈ ഒരു തലത്തിൽ എനിക്കൊരു അനുഭവമുണ്ട്. ഞാനൊരിക്കലും നമ്മുടെ PH അബ്ദുള്ള മാഷല്ലേ, മൂപ്പരൊരിക്കലും എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വടകര ഭാഗത്തൊരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിന് പറഞ്ഞയച്ചു. ആ PHന് പറ്റാത്തത് കൊണ്ട് പകരം പറഞ്ഞയച്ചാൽ അത് ഈ പ്രവാചക റബീഉൽ അവ്വൽ കാലത്താണ്. അപ്പം ഞാനവിടെ ചെന്നിട്ട് എനിക്ക് വേറെ ഞാനിപ്പം മതപ്രഭാഷണം നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് പാട്ടുകൾ ഇങ്ങനെ വേണം. നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വൈകാരികമായിട്ട് സദസ്സിനിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സദസ്സാണെങ്കിൽ ഞാൻ ഈ പാട്ടിങ്ങനെ ഓരോ വരിയും വ്യാഖ്യാനിച്ചൊക്കെ പാടുമ്പോൾ ഒരു പ്രായമുള്ള ആൾ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പ്രവാചക പ്രണയം, ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയൊന്നും അല്ലത്. പക്ഷേ ആ പാട്ടിലേക്ക് അയാളങ്ങ് ഇറങ്ങിയതാണ്. ഇങ്ങനെ ചില വരികൾ ഈ ഒരു പാട്ടുകളിൽ ഇങ്ങനൊരു പാട്ടുണ്ട്, അന്ത്യദൂതേരെ കാലത്താ മണ്ണില്ലേ അതിനൊരു അറിയോ, ആറ്റലിൻ ഒരുവളായിരുന്നെങ്കിൽ ഞാൻ. അത് സിന്ധു പ്രേംകുമാർ പാടിയതാണ്. നല്ല രസകരമായിട്ട് ഓരോ പാട്ടും പ്രചോദനം തന്നെയാണ്.
ഈ ഒരു ഇതേ ഒരു പാറ്റേൺ ആണ്. പിന്നെ ബാപ്പുവിന്റെ മക്ക മണൽത്തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും അതല്ല പൂത്തൊരു ഈത്തമര, ഇതൊക്കെ അങ്ങനെ തന്നെ. മക്കാമണത്തട്ടില് എഴുതാൻ വേണ്ടി പറഞ്ഞത്രേ, പിന്നെ മക്കത്ത് നിങ്ങൾ പോയിട്ടില്ല, പക്ഷെ നിങ്ങൾ കാണുന്നു മക്ക, അതിനെ കുറിച്ച് എങ്ങനെ എഴുതും? അതാണ് അദ്ദേഹം എഴുതിയത്. ഒരു പാട്ടേ ഇപ്പൊ ചിത്രണം കൊണ്ട് എനിക്ക് പാടിക്കാൻ കഴിഞ്ഞ ഒരു പാട്ടുണ്ട്, മറ്റേ റസൂലേ 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 അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതൻ മുത്ത് നബി. അത് ഇതന്നെയാണ്, ഇതേ സംഭവമാണ് അതിലൂടെ പോകുന്നത്. ഈ മക്കത്ത് പൂത്തൊരു പല്ലവി മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കൊത്ത മുഹമ്മദ് നടക്കൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ ബാങ്കുലി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിൽ, അന്ന് പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഓരിലയായെങ്കിൽ, ഓരിലയായെങ്കിൽ. ഇതൊക്കെ ഇതേ സംഗതി തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരേ രീതിയിലുള്ള പാട്ടുകൾ. അല്ല, അതിന് ഒരു സ്വീകാര്യത അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ചില പാട്ടിൻ്റെ ഈ വരികൾ കൊണ്ട്, ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെടുക അതിൻ്റെ ഓളം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു പാടുന്ന ആളുകളുടെ പ്രാഗൽഭ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറുടെ. പക്ഷേ ഈ പാട്ടുകൾക്കുള്ളൊരു പ്രത്യേകത അതിൻ്റെ വരികൾ കൊണ്ട് ആളുകൾ അതിൻ്റെ പിന്നാലെ പോകുന്നതാണ്. വരികൾ കൊണ്ട് അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഇഷ്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പ്രവാചക പ്രണയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതിൻ്റെ വരികൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഈ അടുത്ത കാലത്ത് ഈ മാപ്പിളപ്പാട്ട് ഒരു പ്രവണത ഉണ്ട്. ഈ ഫിലോസഫിക്കൽ സൂഫി കാവ്യങ്ങളൊക്കെ കൂടുതൽ വരുമ്പോൾ ഇത്തരം വരികൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പം ഞാൻ ഈ അഷ്റഫ് ആലപ്പട്ടിയുടെ ഒരു വരി കേട്ട് ഞാൻ ബദറിനെ കുറിച്ച്, ബദർ നിൻ്റെ സദറിലാദ്യം നടക്കണം, ആ ബഹർ നീന്തിയിട്ടക്കരക്ക് കടക്കണം. പിന്നെ അദ്ദേഹം പറയണത് വെച്ചാൽ സബർ തന്ന ശീലയാൽ കൊടി കെട്ടണം, എന്താ കിബർ തന്ന അബുജാഹിലിൻ തലവെട്ടണം. ഇതൊക്കെ ഈ പുതിയ കാലത്ത് നമ്മൾ ഈ പ്രവാചകൻ ബദർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നുണ്ട്. എന്നോടത് ഈ പാട്ട് കേട്ടൊരാൾ പറഞ്ഞേ, ഈ നിങ്ങളെ അന്ത്യദൂതരെ എന്നുള്ള പാട്ടും കാനേഷിൻ്റെ പാട്ടും പിന്നെ ഇപ്പോൾ ഈ മറ്റേ ബാപ്പക്കാടെ പാട്ടൊക്കെ പറഞ്ഞപ്പോൾ നമ്മളന്ന് അങ്ങനെയാവും ഇങ്ങനെയാവും. ഞാൻ ഖുറൈശി റസൂലിൻ്റെ കാലത്തായിരുന്നാലും ഖുറൈശിയുടെ കൂടെ ഉണ്ടാകാം, ഇത്രയും റിസ്ക് എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നമുക്ക് പാട്ട് എഴുതിപ്പോകാൻ വളരെ എളുപ്പമാണ്. ഇയാൾ പറയാൻ എന്നോട് പാട്ട് എഴുതിപ്പോകാനും പാടാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് പറയാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് എഴുതിപ്പോകാനും പ്രസംഗിച്ചു പോകാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ അന്ന് എങ്ങനെയാവും എന്നുള്ളതാണ് ചർച്ച എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറേ പാട്ടുകൾ മാപ്പിളപ്പാട്ടിൽ നമ്മൾ പുറത്ത് ഈ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട്. ഇത്തരം പാട്ടുകൾ മാഷ് തന്നെ എനിക്ക് തോന്നുന്നു വി എം കുട്ടി മാഷ അക്കാലത്തൊക്കെ എന്താ മരുഭൂമി എന്നൊരു പാട്ടില്ലേ, അത് നിങ്ങളുടെ പാട്ടല്ലേ? അതുപോലെ അല്ല, അക്കാലത്ത് നിങ്ങൾ അങ്ങനെ കുറേ പാട്ട് എഴുതിയിട്ടുണ്ട്. ഈ ടൈപ്പ് പാട്ട് നല്ല മുത്ത് മുഹമ്മദ്, അത് വാപ്പുക്കയുടെ പാട്ടാ തോന്നുന്നു. പാപ്പു പിള്ളേർമാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ബാപ്പുക്കട വരികയാണെന്ന്. ആ, നല്ല രസമുള്ള പിന്നെ മനോഹരമായ വരികളാണ്. അന്ന് അത്തരം പാട്ടുകൾക്കൊരു പ്രസക്തിയും കേൾക്കാൻ ആളുകളും അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹവും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 50 വർഷങ്ങളിൽ അപ്പുറമുള്ള പാട്ടാണ് ഖുറൈശിയിൽ വിരിഞ്ഞൊരു മലരാണ്, ഖുർആനിൽ വഴി തന്ന കമറാണ് അല്ലേ? മാഷെഴുതിയാ
ഇന്ന ഇന്ന ബൈത്തൻ അന്ത സാക്കിനു നല്ല പാട്ടാണ്. ആ പാട്ട് അറിയോ? അറിയാം. അതൊന്ന് പാട്. ഞാൻ പാടുതരാം. അംബിയാ പണ്ട് നമ്മളെല്ലാ നബിദിനത്തിനും ദഫിന് പാടുന്ന പാട്ടാണ്. ഫസ്റ്റ് പാടും ഈ ഒരു ഗാനം അംബിയാക്കളിൽ. അംബിയാക്കളിൽ രാജസൈദരെ ആലമാകെ പുകഴ്ത്തും തിരുദൂതരെ അന്ത്യനാളിൽ ഷഫാഅത്തുടയവരെ ആദിയോന്റെ ഹബീബായി വന്നവരെ ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. ഖുറൈശിയിൽ വിരിഞ്ഞൊരു മലരാണ് ത്വഹ ഖുർആനിൻ വഴി തന്ന കമറാണ്. കുതിറത്തിനുടയോന്റെ നബിയാണ് ഹക്കിൻ കലിമത്തുറപ്പിച്ച സയ്യിദാണ് ഇന്ന ബൈതൻ അന്ത സാകിനുഹു. ഇതിന് നമ്മൾ ഇന്ന ബൈത്തിന് വരുമ്പോൾ പ്രത്യേക ടൈപ്പിലുള്ള ഒരു സ്റ്റെപ്പൊക്കെ ഇടും, ഒരു പാറ്റേൺ. പ്രത്യേകത ഇത് ഈണം നൽകിയത് പക്ഷെ ഈ ദർപ്പന്റെ പാറ്റേൺ ഉണ്ടല്ലോ അതൊക്കെ ചെയ്തത് രണ്ട് കുട്ടിമാഷയുടെ വലിയ പരിപാടികളൊക്കെ ഈ പാട്ട് എപ്പോഴും പാടായിരുന്നു. മാഷക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. സാജിദ, മൂവാറ്റുപുഴ നിസാമോള്, അവരൊക്കെ ഒരു ടീമായിരുന്നു. അങ്ങനത്തെ ഫസീലത്തയുടെ വളരെ പ്രസിദ്ധമായ വേറൊരു പാട്ടുണ്ട്, ഗുണമണി കെ എസ് ഖാദർ മാഷ്, മറക്കാൻ പോയത പാട്ട്. അതായത് ഇപ്പൊ വാചകനോടുള്ള നമുക്കുള്ള സ്നേഹം തുളുമ്പുന്ന ഇതുപോലുള്ള ഒരുപാട് പാട്ടുകൾ ആദ്യം മുതൽ അവസാനം വരെ നമ്മളിപ്പോ നമ്മുടെ ഈ കാലഘട്ടമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ മുമ്പ് വൈശൽ മാഷ് ആദ്യം പറഞ്ഞു നേരത്തെ പിന്നെ വന്ന പാട്ടുകളെ കുറിച്ചൊക്കെ. ഇപ്പൊ മോയിൻകുട്ടി വൈദ്യരുടെ ഓരോ കൃതിയിലും ഇപ്പൊ ബദറാകട്ടെ, ഉഹുദാകട്ടെ, പിന്നെ ഹിജ്റയാകട്ടെ, എല്ലാ കൃതികളിലും പിന്നെ റസൂലിന്റെ മദ്ഹ് ചരിത്രം പറയുമ്പോൾ ഓരോ സ്ഥലത്തും റസൂല് അനുഭവിച്ച പിന്നെ കാര്യങ്ങളും റസൂല് നമ്മളെ സ്നേഹിച്ചതും ഒക്കെ അതിൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്ന പാട്ടുകളാണ്. അങ്ങനത്തെ പാട്ടുകളാണ് ഇപ്പോഴും. ഇപ്പൊ എനിക്കൊക്കെ ഇപ്പോഴും എഴുതാന് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ മദ്ഹ് എഴുതിയത് കൊണ്ടാണ്. അതായത് എനിക്ക് കിട്ടിയ ചാൻസുകൾ തന്നെ ഒരുപാട് ചാൻസുകൾ. ഇപ്പോൾ വലിയ വലിയ സംഗീതജ്ഞന്മാരെ നിങ്ങളെ അള്ളാഹുവിന്റെ ദൂതരായ റസൂല് ഈരേഴു ലോകം. ഓ സ്നേഹ റസൂല്, അതൊരു പാടാം. അത് ഭയങ്കര രസമുള്ള പാട്ടാണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രോഗ്രാമിനും പിന്നെ ഈ പാട്ട് ഫസ്റ്റ് എൻട്രി ചെയ്യാറുണ്ട്. ഈ പാട്ട് അത് എം ജി ശ്രീകുമാർ അല്ലേ? ശ്രീകുമാർ പാടിയത്. അള്ളാഹുവിൻ്റെ ദൂതരായ ത്വഹ റസൂല് ഈരേഴ് ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല് നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല് ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. അതിനുശേഷം ഒരു പിന്നെ ആലാപുണ്ട്, റസൂലേ ആ റസൂലേ ഷറഫാനൂറേ ജമാലേ പൊലിവാം ഖൈറേ യാ സയ്യിദി ഹബീബി യാ ഹാഷിമി നസീബി ഈ ആലമാകെ പോരിഷയായി തീർന്നു റസൂലേ. അള്ളാഹുവിൻ്റെ ദൂതരായ ത്വഹ റസൂല് ഈരേഴ് ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. അല്ലേ, ഞാൻ നിങ്ങളെ ഇത് പറയുമ്പോഴേ മാഷ് ഇപ്പം ഞാൻ ഓർത്തൊരു കാര്യം, ഈ നമ്മുടെ ഒരു പ്രത്യേക സമൂഹത്തിലോ ഒരു സൊസൈറ്റിയിലോ മാത്രം ഒതുങ്ങിയിരുന്ന നമ്മളെ മാപ്പിളപ്പാട്ടിൻ്റെ ഈ ശീലുകൾ ഇന്ന് ലോകമാകെ സ്വീകരിക്കപ്പെടുന്നു. എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കിടയിലും അങ്ങനെ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ പാട്ടായിട്ടൊന്നും അറിയപ്പെടുന്നു. ഇതിന് കാരണക്കാരായ ഒരുപാട് സംഭവങ്ങളുണ്ടെന്നു. ഇപ്പോൾ എൻ്റെ കായലരികത്ത് നിന്നുള്ള പാട്ട് പാടുന്നു, അതൊരു ഈണം ആനബോധ സദുല്ലാഹരി അംദജാടി അടുത്ത് നിന്നുള്ള അതേ മട്ടിലാണ് ആ പാട്ട്. പക്ഷേ ഞാനിപ്പോൾ അടുത്ത് കേട്ടൊരു സംഗതിയുണ്ട്, 1940 വരെ കാലങ്ങളിൽ ഈ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പുളുവന്മാരുടെ പാട്ട് പുളുവന്മാർ കേൾക്കുന്നു, പിന്നെ വടക്കൻ പാട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കേൾക്കുന്നു, പാണന്മാരുടെ പാട്ട് പാണന്മാർ കേൾക്കുന്നു, മുസ്ലിങ്ങളുടെ പാട്ട് അവർ കേൾക്കുന്നു, പാടുന്നു, അല്ലാതെ ഒരു കണ്ടന്റ്.
939 പൊന്നാനിയിലൊരു ഒരു ഭട്ടതിരിപ്പാട്, ഒരു നമ്പൂതിരി, അദ്ദേഹമാണല്ലോ ആദ്യമായിട്ട് ഒരു മാപ്പിളപ്പാട്ട് പാടുന്നത്. അത് ഞാൻ ഒരു പ്രഭാഷണത്തിൽ കേട്ടു. അതിൽ പറയുന്ന ഭാഗം അദ്ദേഹം പാടി തരുന്നൊരു പല്ലവി ഇങ്ങനെ ഈ വേല ചെയ്താൽ ഉടൻ തന്നെ കൂലി കൊടുക്കണമെന്ന് പറയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പാട്ടിൻ്റെ വരി എനിക്കറിയില്ല. ഒരു പല്ലവി അങ്ങനെ വേല കഴിഞ്ഞാൽ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് പറയുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി. അപ്പോൾ ഒരു നമ്പൂതിരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത് ആളുകൾ അത്ഭുതത്തോടെ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സംഭവങ്ങളിലൂടെ ആണ് ഇത് ജനറലൈസ് ചെയ്യുന്നത് ഈ പാട്ടുകൾ. അതുപോലെ ഒരുപാട് പാട്ടുകൾ പിന്നെ ഇപ്പോൾ വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിട്ട് നമ്മൾ വരുമ്പോൾ പിന്നെ ആളുകൾക്ക് ഈ പ്രണയം എന്ന് പറയുന്നത് റൗദ ഷരീഫ് കാണാനുള്ള ആഗ്രഹം. ഇതിങ്ങനെ നമ്മൾ റൗദ ഷരീഫ് കാണാനുള്ള അദമ്യമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രണയമാണ്. ഇപ്പം മലക്കുൽ മൗത്ത് അസ്റായിൽ അണഞ്ഞിടും മുമ്പേ, ചലനമൻ തടിയിൽ നിലച്ചിടും മുമ്പേ, പുണ്യറസൂലിൻ്റെ റൗള ഷരീഫ് ഒന്ന് കണ്ണിന് കാട്ടിടേണേ. ഇതൊരു തരത്തിലുള്ള പ്രണയമാണ്. ഇതേപോലെ ഇപ്പോൾ കഅബ ഷരീഫ് കാട്ടി റൗള ഷരീഫ് കാട്ടിടേണ്ട പാട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ അഷ്റഫ് അയ്യൂബ് പാടിയ പാട്ടില്ല, അപ്പോൾ മക്ക മദീന ഞാൻ ഓർത്തുപോയി. ഈ മദീന വരുമ്പോഴേക്ക് അത് റസൂൽ പ്രണയമായി. ഹറമിൻ്റെ പടിവാതിലിൽ ഇങ്ങനെയുള്ള ഒരു പ്രണയങ്ങളുടെ ഒരു ഇപ്പോൾ ആമിന കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു, ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്ത് വിടർന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അതുപോലെ അല്ലേ എത്രയോ പാട്ടുകൾ. ഞാൻ ഈ നമ്മുടെ ഇപ്പോൾ OM മാഷ്, പിന്നെ ബാപ്പു പള്ളിപ്പറമ്പ്, ഇവരൊക്കെ പാട്ടുകൾ നമ്മൾ എപ്പോഴും ചർച്ച. ചില ഒറ്റപ്പെട്ട പാട്ടുകൾ എനിക്ക് ബാപ്പു അവാർഡ് നമ്മുടെ കാലത്തൊരു രചയിതാവാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്. ഇപ്പോൾ എങ്ങു നിന്ന് വിളിച്ചാലും എന്ത് ചോദിച്ചാലും എല്ലാം തരുമെൻ്റെ റബ്ബ്, അവനേകനാണെന്നോതി തന്ന ദൂതരോടാണെനിക്കെന്നും എന്തിനേക്കാളുമേറ്റം ഹുബ്. എത്ര രസമായിട്ടാണ് അത് കൊണ്ടുവെക്കുന്നത്. ഈ അള്ളാഹു ഏകനാണെന്ന് തോന്നുന്ന ദൂതരോടാണ് അത് നേരെ കൊണ്ടുവരികയാണ്. ഇങ്ങനെയുള്ള ചില പാട്ടുകളുണ്ട്. ഇപ്പോൾ ഷെരീഫ് നരിപ്പറ്റയുടെ ഒരു പാട്ടുണ്ട്, മുഹമ്മദിക്ക് അറിയാം. തിരുത്താഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ലക്കിളി വിങ്ങി കരഞ്ഞു പാടി പ്രേമ പിരീശത്തിൻ. ഇങ്ങനെ ഈ ട്യൂണിൽ ഞാനൊരു പാട്ട് പാടിയായിരുന്നു. ബിലാലിൻ്റെ റസൂൽ തങ്ങളുടെ വഫാത്ത് കാരണം ബിലാൽ മദീന വിട്ടു പോകുന്ന രംഗം. അതേതാ പാട്ട്? അത് മണിമുത്ത് റസൂലിനെ, നല്ല സംഭവമാണ്. ഇങ്ങനെ അതിലിങ്ങനെ വരുന്നുണ്ട്, റസൂലില്ല മദീനത്ത് വസിക്കാനേ ബിലാലില്ല, അസ്ഹാബിങ്ങളെ ഒന്നും കരുതിയിടല്ല, എൻ്റെ ഹൃദയത്തിനിതു താങ്ങാൻ കരുത്തുമില്ല. അതിൽ അടിമയാം ബിലാലിന് അടി തെറ്റുന്നിതായിന്ന്, ഇശൽ ബാങ്കിൽ റസൂൽ നാമം വിളിക്കാൻ വയ്യ, എൻ്റെ ഇഷ്കിൻ്റെ മുഖം കാണാതിരിക്കാൻ വയ്യ. മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ ബിലാലന്ന് നടന്നു നീങ്ങി, പുണ്യ മദീനത്തെ വിട ചൊല്ലി നടന്നു നീങ്ങി. ഇത് അസീസ് മാലൂർ എന്ന് പറയും, എൻ്റെ സുഹൃത്താണ്. നന്നായിട്ടത് ആ ഒരു ഭാവന ആ ഒരു തലത്തിൽ എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. ഈ പാട്ട് ഈ പല്ലവി കേട്ടപ്പോൾ ഞാൻ ഇവിടെ കേട്ട മാതിരി, മറ്റത് ഞാൻ അനുപല്ലവി മനോഹരമായിട്ട് ഞാനിപ്പോൾ അതിന് പണിമുത്ത് റസൂലിൻ്റെ അത് കേട്ടപ്പോൾ തോന്നണേ എവിടെയോ കേട്ട മാതിരി. ഒരുപാട് ആൾക്കാർ പാടാറുണ്ട്. നല്ല മനോഹരമായ ആദ്യമായിട്ട് പാടിയത്. ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ ഇതേപോലെയുള്ള, പക്ഷേ വേറൊരു പ്രശ്നം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. പുതിയ കാലത്ത് എന്തുകൊണ്ട് ഇത്തരം രചനകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല? അപൂർവമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ജമ്മിലൂനി ഖദീജ, പുതപ്പിട്ടു മൂടു ഖദീജ. അത് പിന്നെ അത് ഈ ഗൗരവമായിട്ട് ഈ ഒരു മേഖലയെ
വിഷ്വൽ മീഡിയയെ സമീപിക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ അത് നല്ല കാര്യങ്ങൾ ചെയ്താൽ ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണത്. നല്ല കാര്യങ്ങൾ ആളുകൾ നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഞാൻ ഈ പലപ്പോഴും നമ്മൾ ഈ നബിദിന വേദികളൊക്കെ പോകും, ഓയമാഷം പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളതിൽ കാണുന്നൊരു പ്രതിസന്ധി വെച്ചാൽ ഈ പുതിയ കാല രചയിതാക്കളൊക്കെ ഇവർ പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ഈണം എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളീ കേട്ട പാട്ടിലൊക്കെ അതിനൊരു ഈണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ നമ്മളെ ചില ഉസ്താദുമാർക്കും ഇങ്ങനെയുള്ള പാട്ടൊക്കെ ചെയ്യുന്ന ഉസ്താദുമാരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ചെയ്യുന്നത് ഈ ടപ്പാങ്കുത്ത് പാട്ടിൻ്റെ ഈണത്തിലൊക്കെ പാട്ട്, പഴയ ഈണത്തിലൊക്കെ, അത് സിനിമാ പാട്ടിൻ്റെ ഒക്കെ പാട്ട്. ഞാൻ ഈ മാഹിലെ പെണ്ണുങ്ങളെ കണ്ടുക്കുക എന്നൊരു സാധനമായിരുന്നു കൊണ്ടുവന്ന്. ഞാൻ ആ സമയത്ത് റിവ്യൂ ലെവൽ മക്കത്ത് നബീനെ കണ്ടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. അപ്പം അതിലൊക്കെ വാല്യൂ കളി പ്രശ്നം വെച്ചാൽ ഒരു കൊല്ലത്തിനപ്പുറം അതിന് ആയുസ് ഉണ്ടാവില്ല ഇത്തരം പാട്ടുകൾ. ഇത് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞില്ല, ഞാനിങ്ങനെ ഒരു പാട്ട് എഴുതിയിരുന്നു, നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഒരുപാട്. ഇന്നും പല ഇഷ്കിൻ്റെ വേദികളിലും പാടാറുണ്ട്. ഞാൻ ട്യൂൺ ചെയ്തത് ഞാനാണ്, എഴുതിയത് ഞാനാണ്. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ പാട്. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ, സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന. ഇതിൻ്റെ അനുപല്ലവിയാണ് ഏറ്റവും കൂടുതൽ. അങ്ങയെ ഇങ്ങനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ, അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിന്നൊരൽപ്പമല്ലേ, സ്വർഗത്തിൻ സൗന്ദര്യം പോലും റസൂലിൻ്റെ പരിശുദ്ധിയിൽ നിന്നൊരംശമല്ലേ, പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും. പാട്ടുണ്ട്, നമ്മുടെ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോഴേ PTയുടെ കുറിച്ച് നേരത്തെ ഓയമാഷ് പറഞ്ഞല്ലോ. വളരെ പ്രസിദ്ധമായ M കുഞ്ഞിമൂസക്കയുടെ ഒരു പാട്ടുണ്ട് PT എഴുതിയ കതിർകത്തും റസൂലിൻ്റെ തിരുറൗള ശരീഫൻ്റെ കരൾ കൊണ്ട് കണി കാണാൻ വിധി കൂട്ടല്ല അല്ലേ. അതിലൊരു വരിയുണ്ട്, ഹക്കിലും ഹക്കായ ഹക്കല്ലേ. ഞാൻ എത്ര കറക്റ്റായിട്ടാണ്, ഹക്കിലും ഹക്കായ ഹക്കല്ലേ, കൊടും ദുഃഖമകറ്റും റസൂലല്ലേ, പാതിരാപറ്റ നിലാവല്ലേ എന്നും പാരിജാതത്തിൻ മണമല്ലേ. എന്നിട്ട് പറയാണ്, മാനവ സംസ്കാര സംശുദ്ധ സിദ്ധാന്തം ലോകത്തിനേകിയ. അത് കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയുകയാണ് ആ പാട്ടിൽ. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ പാട്ടുകൾ. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോഴേ നമ്മുടെ ഓർമ്മയിലേക്ക് വരുള്ളൂ. നമ്മളല്ലാതെ ഒരു എഴുതാനിരുന്നാലൊന്നും വരില്ല അത് ഈ നോട്ട് ചെയ്യാൻ. ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ അറിയപ്പെടാത്ത ആളുകൾ എഴുതിയിട്ട് പാടിയിട്ട് അതൊക്കെ അല്ലേ. ഇപ്പോൾ ആ തരത്തിലുള്ള ഒരു സംസ്കാരം പാട്ടിനുണ്ട്. അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ശരിക്കും പുതിയ കാലത്തെ ആളുകൾ ആലോചിക്കേണ്ടത്. അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളതാണ്. അതിനൊരുപാട് കാര്യങ്ങൾ, നല്ല പാട്ടുകൾ നമ്മളെ ആളുകൾക്ക് പിന്നെ ചെയ്തു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ട്. പക്ഷെ ആ ഒരു സാധ്യത നമ്മൾ തിരിച്ചറിയണം, നല്ല ആശയം ഉണ്ടാവണം. അപ്പോൾ ഈണത്തിന് ഇപ്പം നമ്മുടെ ഇപ്പം ഇന്നത്തെ മാപ്പിളപ്പാട്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, വരികൾ എഴുതുന്നുണ്ട്, പക്ഷേ ഈണം ഒരു ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പാട്ടുകളൊക്കെ ആളുകൾ കേൾക്കുന്നത് നമ്മളെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന രൂപത്തിലുള്ള എന്തോ ഒരു സംഗതി അതിലുണ്ട്. ഒരു ഈണത്തിൻ്റെ മാധുര്യം നമ്മളത് ഹൃദയത്തോട് അത് അടുപ്പിക്കുന്നുണ്ട്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അല്ലെങ്കിൽ ഈ പാട്ടുകളൊന്നും നിലനിൽക്കില്ല. അങ്ങനെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പം കഴിഞ്ഞ വരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ് ചാന്തഭാഷ, അതുപോലെ തന്നെ കോഴിക്കോട് പോക്കൊക്കെ ഒരുപാട് പാട്ടുകൾ. ഈ KG സത്താർക്കയുടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോൾ നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ, നിറമെന്താണ് അവരുടെ കോലമെന്താണ്. എന്ത് രസമായിട്ടാണ് അത്. സിമ്പിൾ വരി,
വളരെ സിമ്പിൾ. മദ്രസയിലൊക്കെ പാടിക്കൊണ്ടിരുന്ന വരിയാണ്. അതറിയോ? അറിയാം. അത് പാടുന്നത് നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ, നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ, നിറമെന്താണ് അവരുടെ കോലമെന്താണ്, നിറമെന്താണ് അവരുടെ കോലമെന്താണ്, പണ്ടൊരു ആഷിഖ് നബിയെ തേടി കണ്ടവരോടവർ ചോദിച്ചു, പണ്ടൊരു ആഷിഖ് നബിയെ തേടി കണ്ടവരോടവർ ചോദിച്ചു, നിറമെന്താണ് അവരുടെ കോലമെന്താണ്. അതിൽ അടുത്ത വരി അങ്ങനെ വരുന്നുണ്ടല്ലോ, മറ്റേ പനിനീർപ്പൂവിൻ ദളങ്ങൾ പോലെ പരിമളമായൊരു മലരാണ് അല്ലേ. വളരെ മനോഹരമായിട്ട് ഈ അതൊക്കെ ആളുകൾ ഗ്രാമഫോൺ റെക്കോർഡിൻ്റെ കാലത്ത് സത്താർക്കയുടെ ഇങ്ങനെയുള്ള സത്താർക്കയുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കും പോലെയാണ് പാടുക. ഇതുപോലെ നമ്മുടെ റഹീം മൗലവി കുറ്റിയാടിൻ്റെ ഒരു പാട്ടില്ല, ഈ ഉണ്ടോസഖി എഴുതിയ അദ്ദേഹത്തിൻ്റെ പാട്ടുണ്ട്. അതിലിങ്ങനെ ഈ സൗറെന്ന ഗുഹയിൽ ഇങ്ങനെ സൗറെന്ന ഗുഹയിൽ പണ്ട് റസൂലിൻ്റെ കാലത്തെ സംഭവം പറയാണ്. സന്മാർഗത്തേരുകൾ രണ്ട്, സ്നേഹത്തിനിണകൾ രണ്ട്, പാറി വന്നു പൊത്തിയിലോടി വന്നു ആരും കാണാതെ. പിന്നെ അതിൽ പറഞ്ഞൊരു ഭാഗമുണ്ട്, അജ്ഞത കൂരിരുൾ മുറ്റിയ കാലം അന്ധതയിൽ വഴി തേടുമ്പോൾ വിജ്ഞാനത്തിൻ ദീപവുമായി മക്കയിലുദയം ചെയ്തു നബി കാണുകില്ല. നമ്മുടെ മുമ്പിൽ ഈ ചിത്രം ഇങ്ങനെ സൗറന്ന ഗുഹയും ഈ സംഭവം ഈ ഒളിച്ചിരിക്കുന്നതും ഒക്കെ ഇങ്ങനെ അത് ഇങ്ങനെ എത്രയോ ആളുണ്ട്. ഞാൻ പണ്ട് കേട്ടിട്ട് വേറൊരു പാട്ടുണ്ട്, അത് അത്ര ഫേമസ് ആണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ ഉദിമതിയായ റസൂലല്ലേ, ഒളിവിതറുന്ന ഹബീബല്ലേ, മരുവിലെനിക്ക് താണേലല്ലേ, തിരുനബി മാത്രം തുണയല്ലേ. ഞാൻ കുട്ടിക്കാലത്ത് കേട്ടോ. ഞാൻ പിന്നെ ചിലപ്പോൾ അത് പ്രഗത്ഭരാരെങ്കിലും പാടിയായിരിക്കും, നമ്മളത് പിന്നെ കേൾക്കുന്നില്ല. എന്നിട്ട് അറബികളന്നവർ കാട്ടാളന്മാർ അറുകൊല നിത്യം തുടരുമ്പോൾ, ഇതിൻ്റെ അനുപല്ലവിയാണത്. കാട്ടാളന്മാർ അറുകൊല നിത്യം തുടരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒന്നാമത് ഈ പാട്ടുകളൊക്കെ എല്ലാവരും ഈ വിഷയത്തിൽ പാട്ട് എഴുതാത്ത ഒരാളുമില്ല. പോയം മാഷക്ക് എത്ര പാട്ട് പറയാൻ പറ്റും? അതുപോലെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന എത്രയോ പാട്ടുകളുടെ ഒരു ലോകമാണ്. മദ്ഹ് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നമ്മുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം, നമ്മുടെ വിശ്വാസപ്രകാരം അതൊരു പുണ്യമായ കാര്യം കൂടിയാണല്ലോ. അതൊരു ഇബാദത്തായിട്ട് കാണുന്നതാണ്. ഓരോ മദ്ഹുകളും ഇങ്ങനെ അതിങ്ങനെ അവതാരങ്ങളായിട്ട് ഇങ്ങനെ ആൾക്കാർ പാടിപ്പോകുമ്പോഴേ നമുക്ക് അതിൻ്റെതായൊരു പുണ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം കൂടി നമുക്ക് വരുന്നുണ്ട്. ഈ നമ്മുടെ ഇയാളുടെ ഒരു പാട്ടില്ലേ, അതും ഈ കാറ്റിനോടൊക്കെ പറയുകയാണ്, ഈ കിളികളോട് കാറ്റിനോടൊക്കെ ആണല്ലോ പാട്ട് പറയുക. പിന്നെ ഇപ്പോൾ എന്താണ് നമ്മളെ പള്ളിക്കൽ മൊയ്തീക്കയുടെ ഇപ്പോൾ തൂരിസിനാമല താഴ്വരയിൽ ജെയ്ത്ത് മരത്തിൻ ശിഖരങ്ങളിൽ തങ്ങുമൊരു പക്ഷികളെ നിങ്ങൾ നബിയുടെ അതറിയോ? റൗള കണ്ടോ? അതെ, അങ്ങനെ എൻ്റെ ഒരു കയ്യിലില്ല, സംശയമാണ്. അങ്ങനെയുള്ള ഈ പാട്ടൊക്കെ കേട്ടല്ലേ ആളുകൾ പഴയ കാലത്ത്. ആ ഒരു റൂട്ടിലാണ് പാട്ടാണ്. തൂരിസിനാമല താഴ്വരയിൽ ജെയ്ത്ത് മരത്തിൻ ശിഖരങ്ങളിൽ തങ്ങുമറൂഷ പക്ഷികളെ നിങ്ങൾ ത്വാഹാനബിയുടെ റൗള കണ്ടു അല്ലേ. അത് ആ ഒരു കലാകാരനെ നമ്മൾ ഓർക്കയോടെയാണ്. പള്ളിക്കൽ ഇതിൻ്റെ ഈ കുഞ്ഞിമൂസക്കയുടെ ഒരു മനോഹരമായ പാട്ടുണ്ട്. അത് കുറച്ച് ഫിലോസഫിക്കലാണ് ആ പാട്ട്, പക്ഷെ ഭാരമായ ട്യൂണാണ്. പള്ളിമിനാരത്തിൽ നിന്നും പറക്കുന്ന വെള്ളിപ്പിറാവുകളെ, അവിടുന്ന് അങ്ങോട്ടൊക്കെ പോയാൽ ഇത് വേറൊരു തലത്തിലേക്കാണ്, സൂഫി തലത്തിലേക്കാണ് ഈ പാട്ട് പോകുന്നത്. അതുപോലെ തന്നെ പി ടി എഴുതിയാണ് മിറാജ് രാവിലെ കാറ്റ്. അതിലുണ്ട് പുരുഷാന്തരം, അത് വരുന്നത് പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടേ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, സത്യത്തിൻ ഗീതം
മൊഴിഞ്ഞാട്ടേ, സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടേ, മിറാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ. അല്ല, മൂപ്പര് കുറേ ഖുർആൻ വേർഡുകൾ നമ്മളെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ. ഞാൻ ഈ റേഡിയോയിൽ കാലത്ത് ഇങ്ങനെ അതൊരു പാട്ട് എടുപ്പോൾ ത്വാഹറസൂലൊളി വീശിയ നാട്ടിൽ, കായബയെ കുറിച്ച് പറയാം, താരകമായൊരു ബൈത്തുള്ള, ഇതൊക്കെ നമ്മൾ അന്നിങ്ങനെ കേൾക്കണം. അതുപോലെ അഖില പ്രവാചകരായുള്ള അഹമ്മദ് നബീൽ സല്ലല്ലാ അൽ അമീനായ ഹബീബുള്ള ആമന്നാ ബിറസൂലില്ലാ. അല്ല, റേഡിയോയിൽ വന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂൽ. ഇതൊക്കെ റേഡിയോയിൽ നമ്മളിങ്ങനെ കേൾക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ഈ ഭക്തിഗാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ ഇത്തരം പാട്ടുകളും വരും, ഇത്തരം മതഗാനങ്ങളും വരും. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേൾവിയുടെ ഒരു കാലം പോയിട്ട് വിഷ്വൽ മീഡിയയിലേക്ക് വന്നപ്പോഴാണ് ഇതിനൊക്കെ ഇതിൻ്റെ വിഷ്വലിന് ചില പരിമിതികളുണ്ടല്ലോ. അപ്പോൾ കേൾവിയുടെ ഒരു ലോകത്ത് നമ്മൾ ഈ വിഷ്വലിലേക്ക് വരുമ്പോൾ ഉണ്ടായ ചില അപജയങ്ങൾ ഈ പാട്ടിനുണ്ട്. ശരിക്കും ഈ നമ്മൾ ആലോചിക്കേണ്ട കാര്യം 1990 വരെ ഈ നമ്മൾ കേൾക്കായിരുന്നു പാട്ട്. പിന്നെയുള്ളത് നമ്മൾ ഈ ദൂരദർശനമൊക്കെ വന്നതോടുകൂടിയാണ് നമ്മൾ ഈ കാലം 90 വരെ മനുഷ്യന്മാർ തമ്മിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും കേൾക്കുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒതുങ്ങുന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ കൈകളിലേക്ക് ഒതുങ്ങുന്നു. ഇപ്പോൾ വീട്ടിൽ പോയി TV ആരും ഓൺ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരം പാട്ടുകളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കേട്ട് നമ്മൾ തന്നെ സായുജ്യം മടിയാന്നല്ല, ഇത് ജനറലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പണ്ട് പാട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു, ഡിസ്കഷൻ നടക്കുന്നു. നബിദിന കാലത്തൊക്കെ പുതിയ പുതിയ പാട്ടുകൾ ഉണ്ടാകുന്നു. ഈ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഉത്സവമായിട്ട് നമ്മൾ കാണുന്നു നബിദിന കാലം, അവർക്ക് സന്തോഷത്തിൻ്റെ ആവശ്യത്തിന്. അക്കാലത്തൊക്കെ നമ്മൾ, ഇപ്പം ഞാൻ ഈ നബിദിനം എന്നാലോചിക്കുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിന് പോകുന്ന നബിദിനത്തിനാണ്. ആദ്യമായിട്ട് പാട്ട് പാടിയ ഇസ്ലാം കാര്യം മഞ്ചാണ് അപകട അറിയൽ പറഞ്ഞതാണെന്ന് പകുതിയിട്ട് പോകുന്നു 1ാം ക്ലാസ്സിൽ നിന്ന്. പക്ഷേ നമ്മൾ ആ നബിദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വേദിയാണത്. ഞാൻ ഏറ്റവും 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് ഈ അങ്ങനെ എത്ര വേദികൾ ഈ ലോകത്ത് പ്രവാചക പ്രണയത്തിൻ്റെ ഈ ഒരു വല്ലാത്ത ആഘോഷത്തിൻ്റെ ഒരു പെരുമയിൽ നടക്കുന്നു. ഇപ്പോൾ ഒരുപാട് നല്ല ഈ സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് പ്രചോദനം കൊടുക്കുന്നുണ്ട്. കലയിൽ അതുപോലെ പാടാനൊക്കെ പറയാനൊക്കെ കഴിവുള്ള കുട്ടികളെയൊക്കെ നല്ല പ്രചോദിപ്പിക്കുന്നുണ്ട്. അവരിറങ്ങിയിട്ട് കുട്ടികൾക്ക് പ്രൈസ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഒക്കെ പ്രവാചക സ്നേഹം കുട്ടികൾക്കാണല്ലോ ഏറ്റവും വലിയ ആഘോഷം. ഏറ്റവും വലിയ ആഘോഷമായി ഇപ്പോൾ കുട്ടികൾക്കാണുള്ളത്. ഈ റബീഉൽ അവ്വൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും 1500 വർഷം പൂർത്തിയായി എന്നുള്ളതാണ് റസൂലുള്ളാഹി. അത് ഞാൻ ആലോചിക്കാത്തൊരു കാര്യമാണ്. 1.5 സഹസ്രാബ്ദം എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു 1500 വർഷം നബിയുടെ ജന്മദിനം, 1500ാമത്തെ ജന്മദിനം കൂടി നമ്മൾ പഠിച്ച ഓർമ്മല്ലേ. അതിലിപ്പോൾ അഹദായ ഒരു പാട്ടില്ലേ, ഏപ്രിൽ 507 അഹദായ തമ്പുരാൻ ആദ്യം പടച്ചുള്ള മുഹമ്മദ്. KC ചെലവൂർ എഴുതിയ പാടിയ പാട്ടാണ്. അതിലിങ്ങനെ ഈ ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പാട്ടിൽ. അങ്ങനെ കിസ്ര കൈസർ പൊട്ടി അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ആ കാലഘട്ടത്തിലെ അത്ഭുതങ്ങൾ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ഈ സംസാരിക്കുമ്പോൾ ഒരുപാട് കവികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഇപ്പോൾ ഇവരെ പോലെയുള്ള ആളുകളെ മാഷ് വാപ്പ് വെളിയറമ്പ്, പിന്നെ പക്കർ പന്നൂർ, പിന്നെ ബക്കർ മാഷപ്പെട്ട് മസ്ജിദുൻ നബവിദൻ മിനാരത്തിൽ ബിലാലിൻ്റെ അതും കൂടെ പറഞ്ഞിട്ട് പിന്നെ റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അസൻ നെരിനാട്, അക്കാലത്തെ കവികളെ ഞാൻ പറഞ്ഞത്, പുല്ലങ്കോട് അബ്ദുൽ ഖാദർ, അവരൊക്കെ ഒരുപാട് കവികളുണ്ട്. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. മണി മുത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. അത് ആ ഒരു ബാപ്പു ബാവാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മേഖലയിൽ തന്നെ പ്രവർത്തിച്ച ഒരു പ്രഗത്ഭനായ ഒരു കവിയുണ്ട്. മാഷ് ഗുരു കൂടിയാണ്. അതുകൂടെ പറയേണ്ടതുണ്ട്. കാരണം ഈ സമസ്തയുടെ മേഖലയിൽ പ്രവർത്തിച്ച പ്രഗത്ഭനായ പണ്ഡിതൻ KT മാനൂസ്ലിയാർ. മാനൂസ്ലിയാർ ഈ പാട്ടെഴുത്തിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു അത്രയും പ്രഗത്ഭനായ ഒരു കവിയാകുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വരികൾ അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അജ്യാത്രയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അജ്യാത്ര
അപ്പോൾ അകമനന്തവും മരണകോളം എന്നുള്ളൊരു ഭക്തിഗാനങ്ങൾ അജയാത്ര എന്ന് പറയുന്നത് പിന്നെ ശരിക്കും സംസ്കൃതത്തിന് അതിപ്രസരമുള്ളൊരു നിങ്ങളൊരു കേസറ്റിന് വേണ്ടിയിട്ട് ഫജ്ർ എന്നൊരു കേസറ്റിന് വേണ്ടിയിട്ട് അകമനന്തവും മരണകോളം എന്നുള്ള മാർക്കോസിനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ഒയമാഷ പാടിച്ചത് ഈ KT മാനു മുസ്ലിയാരുടെ പാട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രചനാ വഴിയിൽ നമ്മൾ പീസുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ ഒയമാഷ കൂടുതൽ പറയാൻ പറ്റുക. അതെ, പിന്നെ മാനവശ്രീയരെ ഇതിന് അതായത് ഞാനിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു സമ്മതം നമ്മൾ ശരിക്കും പ്രതീക്ഷിക്കൂല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കൊടുത്തത് അങ്ങനെ ഈ മാർക്കോസിനെ കൊണ്ടൊക്കെ പാടിക്കാൻ. എന്നിട്ട് പിന്നെ ഞാനത് മാർക്കോസിനെ കൊണ്ട് പാടിച്ച് കൊണ്ടുവന്ന് കേൾപ്പിച്ചും കൊടുത്തു. അതാരാ ചിട്ടപ്പെടുത്തിയാരാ? അത് ചിട്ടപ്പെടുത്തിയത് ഓർക്കസ്ട്രേഷനാണ്. അതെ അതെ, പഴയ പാട്ടാണല്ലോ. അതെ 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 അതെ. വർക്കിന്റെ വർക്ക് ചെയ്യാൻ ഓർക്കുന്നില്ല. ഫജറോ ശുക്രോ ഫജർ എന്നാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. ഏതായാലും പിന്നെ അതിലെ സാഹിത്യം പ്രവാചകന്റെ അജയാത്രയുള്ള മിക്കവാറും ഇതൊക്കെ ഉണ്ടാവില്ല. ഭക്തി ടൈപ്പിലാണ് പാട്ട് പാടിക്കുന്നത്. നിങ്ങൾക്ക് വരികൾ അറിയില്ല. അല്ല, ഞാൻ അകമനന്തവും അരുണകോളം എന്നിട്ടാ തുടങ്ങുന്നതന്നെ. അകമനന്തവും അരുണകോളം തികഴും തിങ്കളും താരമേളം ആകെ ഭുവനവും വായുപവനനും അശിരനതുമയപാരം അചരതരളിതവാരം. ഞാനത് പറയാണ്. സംസ്കൃത പദങ്ങളാണ്, അതിന്റെ സ്റ്റാൻഡേർഡ് സങ്കീർണമായ പദങ്ങൾ. അത് മുതൽ അവസാനം വരെ ഇതേ തന്നെയാണ്. പിന്നെ അതുമല്ല മപ്പള, ഞാൻ നേരത്തെ പറഞ്ഞ കമ്പികഴുത്തൊക്കെ ഉണ്ടല്ലോ, മാപ്പിളപ്പേടിൻ്റെ കറക്റ്റ് സ്റ്റൈലാണ് അത് ചെയ്തിട്ടുള്ളത്. മാപ്പിളപ്പേടിൻ്റെ എല്ലാ ലക്ഷണവും അത് പിന്നെ പൈസയിൽ പറഞ്ഞെങ്കിലും മാപ്പിളപ്പാട്ട് രംഗത്തിൻ്റെ ഗുരു തന്നെയാണ്. കാരണം കമ്പികഴുത്തൊക്കെ തിരിച്ചു തന്നത് ഞാൻ പുലിക്കോട്ടിൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. പുലിക്കോട്ടിലെ ഇത് പിന്നെ എൻ്റെ പേരിൽ ജന്മശതാബ്ദി ആഘോഷപ്പോൾ ഒരു രചനാ മത്സരം ഞാനൊരു പാട്ട് എഴുതി. പുലി കൊണ്ട് ജനിച്ചു ഉലകം വാരി വിലച്ചു എന്ന് തുടങ്ങുന്നൊരു പാട്ട്. അതിൻ്റെ ലാസ്റ്റ് വരെ ഇത് ഒന്ന് മത്സരത്തിന് അയക്കുന്നതിന് മുമ്പ് സ്ഥാനം കാണിച്ചു കൊടുത്ത്. അപ്പോൾ എന്തോ ഒന്ന് രണ്ട് കണക്ഷനൊക്കെ പറഞ്ഞ് ഞാനതിൻ്റെ പ്രാസങ്ങളും ലക്ഷണങ്ങളൊക്കെ ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അംഗീകാരം കൂടി തന്നില്ല. ഈ സമയത്ത് ഓർക്കാന്ന് മാത്രം കേട്ടോ. അല്ല, മാനു മുസ്ലിയാരെ ഈ ഒരു തരത്തിലേക്ക് ആരും എണ്ണൂല. കാരണം അദ്ദേഹം വിദ്യാഭ്യാസ ബോർഡിൻ്റെയും സമസ്തൻ്റെയൊക്കെ വളരെ പ്രധാന സെക്രട്ടറി ആയിരുന്നു. കരുവാരക്കുണ്ട് ദാറുൽ ജാത്തിൻ്റെ സ്ഥാപകനാണ്. അപ്പം നമ്മളാ തരത്തിൽ അങ്ങനെയുള്ള ഒറ്റപ്പെട്ട പാട്ടുകൾ എഴുതി ഒരുപാട് ആളുകളും കവികളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇതൊന്നും വേറൊന്നും ആലോചിച്ച് ചെയ്യുന്നൊന്നുമല്ല. അവരവരുടെ ദൗത്യം നിറവേറ്റുകയാണ്. പാട്ടുകാർക്ക് തന്നെ അവർക്ക് വേറെ നമ്മുടെ റിയാലിറ്റി ഷോൻ്റെ ഒരു പെരുമയോ അങ്ങനത്തെ ഒന്നും സമ്മാന പെരുമയോ ഒന്നും അവർക്കില്ല. അവരുടെ ദൗത്യം നിർവഹിച്ച് അവർ ഇങ്ങനെ അങ്ങ് പോയി. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിൽ നമ്മൾ എണ്ണപ്പെടേണ്ട ഒരാളാണ് പ്രിയപ്പെട്ട KT മാനു മുസ്ലിയാർ. റസൂലുള്ളാഹിന്റെ അതുപോലെ ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ കോൽക്കളിയിലൂടെ സമ്മാനിച്ച നമ്മുടെ പള്ളിക്കര അഹമ്മദ് പള്ളിക്കര തിരുവിതാംകൂർ. അതെ, ഈ കല്യാണങ്ങളും ആഘോഷങ്ങളും ഖദീജാബിയുടെ കല്യാണമൊക്കെ ആയിട്ട് ഒരുപാട് പാട്ടുണ്ട്. നമ്മൾ ആ മേഖലയ്ക്ക് പിന്നെ കടക്കുന്നില്ല എന്നേ ഉള്ളൂ. ഏതായാലും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പാട്ടിൻ്റെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഏതായാലും സന്തോഷകരമായൊരു എന്താ പറയുക ഫെസ്റ്റിവൽ ഓഫ് ലവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇപ്പോൾ ഈ ഒരു ഇരിക്കാൻ കഴിഞ്ഞതിൻ്റെ വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് ആളുകളോടാണ്. നമ്മൾ തമ്മിൽ ഒരു കാഷ്വലായിട്ട് സംസാരിച്ച് പോയി എന്നല്ലാതെ ആ ഒരു നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നൊരു കാര്യം ഇതേപോലെയുള്ള നിലനിൽക്കുന്ന പാട്ടുകൾ നമ്മുടെ പുതിയ എഴുത്തുകാരുടെയും സംഗീത സംവിധായകരുടെയും ഭാഗത്ത് ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സംസ്കാരം നിലനിൽക്കും. ഈ ഈണത്തിനോടുള്ള ഈ മുഹബത്ത് ആളുകൾക്കുണ്ട്. അപ്പം പ്രവാചകനെ അടയാളപ്പെടുത്തിയ ഒരുപാട് പാട്ടുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഓർമ്മയിൽ നമ്മുടെ ഹൃദയവുമായി ചേർത്ത് വെച്ച പാട്ടുകളുടെ ഒരു സുവർണ്ണകാലം കഴിഞ്ഞു പോയതുകൊണ്ടാണ്. നമ്മുടെ ഭാവി തലമുറക്ക് നമ്മളൊക്കെ ബാക്കി വെക്കേണ്ടത് ഇത്തരം നിലനിൽക്കുന്ന പാട്ടുകളാണ്. അതിന് പുതിയ കാലത്തെ എഴുത്തുകാരും ആസ്വാദകരും ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ ഒരു മേഖലയെ കുറിച്ചുകൂടി സീരിയസ് ആയിട്ട് മൗലികമായ രചനകൾ കൊണ്ട് അതെ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഈ പഴയ പാട്ടിനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ലേ വേണ്ടത്, പുതിയ കാലത്തെ പാട്ടുകൾ വരണ്ടേ. അപ്പം നല്ല നിലനിൽക്കുന്ന രചനകൾ കൊണ്ട് ഇത് സമ്പന്നമാക്കാനും സജീവമാക്കാനും അതിന് ചെറിയ തോതിലുള്ള ഒരു
പ്രചോദനം ഈ ചർച്ച ആണെങ്കിൽ നമുക്ക് സന്തോഷമായി. സന്തോഷമായി. അതെ അതെ. അതൊക്കെയാണ് ഇപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ആളാണ്. നിങ്ങളെ പാട്ട് എഴുതുന്ന ആളും പാടുന്ന ആളും ജയിക്കുന്ന ആളൊക്കെ ആണ്. അപ്പോൾ നമ്മുടെ ഒരു ആസ്വാദകം എന്നുള്ള തരത്തിലാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയുന്നത്. അങ്ങനെ ഒരു എളിമ കൊണ്ടൊന്നുമല്ല. ഞാൻ എൻ്റെ പുസ്തകം ഞാനൊരു വരി എഴുതിയിട്ടില്ലല്ലോ. ഞാനൊരു വരി എഴുതിയിട്ടൊന്നുമില്ലല്ലോ. ഞാനതിൻ്റെ എളിമയൊന്നുമല്ല. എളിമ എന്നുള്ള ആളൊന്നുമല്ലേ. അതാണ് അല്ല, ഞാൻ എൻ്റെതായ രീതിയിൽ ഇത് നോക്കിക്കാണുന്ന ഒരാളെന്ന് പറയാം ഞാൻ പറഞ്ഞു. പക്ഷേ അതല്ല, ഈ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ ഒരു സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഏതായാലും ഇത് നല്ലൊരു സംരംഭമായി കൂടിച്ചേരലായി. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് പറഞ്ഞതിലപ്പുറം പറയാനുണ്ട്. ഒരുപാട് പറയാനുണ്ട്. ഇതങ്ങനെ നമ്മുടെ ഈ പാട്ടൊക്കെ പല്ലവിയൊക്കെ പാടിയില്ലേ പോയുള്ളൂ. ഈ സമയങ്ങൾ കൊണ്ടൊന്നും തീരുന്നതല്ല. പറയേണ്ട പാട്ടുകളുണ്ടാവും. അല്ല, അതങ്ങനെ ക്രോഡീകരിച്ച് പറയുന്നതിനേക്കാൾ നല്ല നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അതുണ്ടാവാം. അതങ്ങനെ പ്രചോദനമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കൊരു സന്തോഷം. മമ്മാലി പാടി 2 പാട്ടുകൾ പുതിയൊരു അനുഭവമാണ്. ഒന്ന് ബിലാലിൻ്റെയും പിന്നെ അതൊക്കെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്. അതായത് റസൂൽ തങ്ങളുടെ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ പാട്ടായിട്ട് വരാത്ത ഒരുപാട് രംഗങ്ങളുണ്ട് ഇനിയും. ഇപ്പം അടുത്ത് റസൂൽദാൻ്റെ ഒട്ടകത്തെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ, കസ്വ ഒട്ടകത്തെക്കുറിച്ചുള്ള ഗാനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നതുപോലെ പുതിയ ചിന്തയിലേക്ക് വരണം. റസൂലുള്ളാഹിൻ്റെ ഓരോ മൂവ്മെൻറ്റ് അത് നമ്മൾ പാട്ടിലൂടെ വരാത്ത സംഗതികൾ പാട്ടാക്കിക്കൊണ്ട് ജനങ്ങളൊന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതെ അതെ. തിരിച്ചു വന്നിട്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനും അതന്നെ അങ്ങനെയുള്ള രംഗങ്ങൾ വരണം. ഏതായാലും അത്തരമൊരു അനുഭവങ്ങൾക്ക് പുതിയ തലമുറക്ക് പ്രചോദനമാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. എനിക്ക് സന്തോഷം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.